ഈയിടെ മാഷക്ക് വളരെ ചെറുപ്പമായതിൻ്റെ ഒരു ആഘോഷം എറണാകുളത്ത് നടന്നു എന്ന് കേട്ടല്ലോ. 40 വയസ്സായി. എത്ര വയസ്സായപ്പോൾ? 45. അറിഞ്ഞോ? അത് വളരെ പെട്ടെന്നായിരുന്നു. വാസ്തവത്തിൽ ഞാൻ എൻ്റെ ഈ സപ്തതി ആഘോഷം തന്നെ വാസ്തവത്തിൽ നടത്തണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചെമ്പയിൽ ചെന്നപ്പോഴത്തേന് അവിടുത്തെ ഞങ്ങൾ വെച്ച അദ്ദേഹത്തിൻ്റെ പ്രതിമയുണ്ട്. അതിൽ കുറച്ച് നല്ല ഭംഗിയായിട്ട് അത് ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. അപ്പോൾ അതിന് പോയി. ഇപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേന് വർത്തമാനത്തിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു സപ്തതി പോലും ആഘോഷിക്കാൻ ഒത്തില്ല എന്ന് പറഞ്ഞു. അയ്യോ, സപ്തതി ആഘോഷിക്കണ്ട, അത് നമുക്ക് ഇവിടെ വെച്ച് ആഘോഷിക്കാമെന്ന് പറഞ്ഞ് അവിടുത്തെ അഗ്രഹാരത്തിലെ ആളുകളെല്ലാം കൊണ്ട് പറഞ്ഞ് അത് ഭയങ്കരമായിട്ട് ആഘോഷിക്കാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു. അത് കഴിഞ്ഞ വർഷമാണ്. ശരി. അപ്പോൾ അത് അതിൻ്റെ അകത്ത് മമ്മൂട്ടിയൊക്കെ വന്നു, കവിയൂർ പൊന്നം വന്നു, ഒരുപാട് വന്നായിരുന്നു, വലിയ സാഹിത്യകാരന്മാരൊക്കെ വന്നു. അവിടെ ഗംഭീരമായിട്ടങ്ങ് നടന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ഒരു 5-6 മാസമായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് രമേശൻ നായരും നമ്മുടെ സജി എന്ന് പറഞ്ഞ ആളുമൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ അവർക്ക് ഈ രവീന്ദ്രൻ ഫൗണ്ടേഷനുണ്ട്, മ്യൂസിക് ഫൗണ്ടേഷൻ. ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു, ജയൻ്റെ 75ാമത് ജന്മദിനം ആഘോഷിക്കാൻ പോവുകയാണ്. അതിപ്പോൾ ആയല്ലോ. അപ്പോൾ അതെന്താണെന്ന് നോക്കിയപ്പോൾ ഞാനത് 20-ാം തീയതി പറഞ്ഞു, കഴിഞ്ഞ മാസം. അപ്പോൾ അത് നമുക്ക് ആഘോഷിക്കണം. അതിന് വളരെ വിപുലമായിട്ടുള്ള പരിപാടികളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നമ്മുടെ 2 താരങ്ങളെയും വിളിക്കണം, മമ്മൂട്ടി ആൻഡ് മോഹൻലാൽ, പിന്നെ കവിയൂർ പൊന്നമ്മ, സുകുമാരി ചേച്ചി, എൽ സുബ്രഹ്മണ്യം, മറ്റേ കവിതാ കൃഷ്ണമൂർത്തി, പിന്നെ അദ്ദേഹമല്ലേ വേറൊന്നുട്ടി ഇപ്പോഴത്തെ ചെയർമാൻ രാധാകൃഷ്ണൻ. ഓക്കെ. ഇവരെ എല്ലാം വിളിച്ചൊരു ഗംഭീര പരിപാടിക്ക് ആസ്വദിച്ച് ഞാനതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അത് വലിയ ഗംഭീരമായിട്ട് നടന്നു. അതിപ്പോൾ അതിൻ്റെ അകത്ത് സംഗീത സാമ്പ്രാട്ട് എന്നൊരു ബിരുദം, അത് മമ്മൂട്ടി എനിക്കൊരു വലിയ ഫലകത്തിൽ എഴുതി തന്നു. ഇത് അതിൻ്റെ കിട്ടിയതാണ്. ഇത് കഴിഞ്ഞ ഉടനെ ഞാൻ എടുക്കും. ഇത് വീരശൃംഖലയാണ്. ഇന്റർവ്യൂ കഴിഞ്ഞ ഉടനെ ഞാൻ എടുക്കാൻ പോകും. കണിശമായിട്ട് തന്നേക്കാം. കാരണം ഇതൊരു നല്ല ഒരു എന്താ പറയുക, ഒരു അരിഞ്ഞാണം പോലെ കഴിക്കുക. അപ്പോൾ ഇതിനു മുമ്പ് വേറെ അവരെ ചെമ്പയിലിട്ടത് വലിയൊരു രുദ്രാക്ഷമാലയാണ്. അതിൽ ചെമ്പൈ സംഗീത കലാനിധി എന്ന് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഇവിടെ കിടപ്പുണ്ട്. അത് വലിയ മാലയാണ്. അപ്പോൾ അതവർ അവിടെ ഇട്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരു പുരസ്കാരങ്ങളുടെ ഒരു ഘോഷയാത്ര ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തോ വയസ്സുകാലത്ത് വയസ്സായിട്ടില്ലല്ലോ. അല്ല, ഗുരു മാഷ്ട വയസ്സിന് ഒരിക്കലും ആ ശബ്ദത്തിൽ അറിയുന്നില്ല. ഗുരുപ്രസാദമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒന്നും കഴിവില്ല. ഗുരുനാഥൻ അനുഗ്രഹിച്ചാൽ നമുക്ക് കഴിവൊക്കെ നമ്മുടെ. അതാ ഞാൻ പറഞ്ഞത്, ചെമ്പൈ സ്വാമി ശരിക്കും അനുഗ്രഹിച്ചിട്ടുണ്ട് ജയമാഷ്. കണിശമായിട്ടും അക്കാര്യത്തിൽ ലോഭമില്ലാതെ അനുഗ്രഹിച്ച ഒരു കൂട്ടത്തിലാണ് അദ്ദേഹം. മാത്രമല്ല ജയമാഷിന്റെ മകൻ മനോജ് കെ ജയൻ, അദ്ദേഹവും സംഗീതവുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. വളരെ നന്നായി പാടുന്ന ഒരു കലാകാരൻ. അവന് വളരെ നന്നായിട്ട് ഉള്ള ഒരു ജ്ഞാനം കിട്ടിയിട്ടുണ്ട്. സംഗീതം വാസ്തവത്തിൽ അതിനകത്ത് അത്ഭുതം എന്ന് പറയാൻ അത് ജന്മസിദ്ധമാണ്. നമ്മുടെ മകനാണ്, പക്ഷെ അവന് ബീജഗുണം അല്ല, 2 പേരുണ്ട്. ബിജു കെ ജയൻ എന്ന് പറഞ്ഞ അവനുണ്ട്. അവനും സംഗീതം പാടും, നന്നായിട്ട് പാടും. ശരി. അവനും ഇപ്പോൾ കുവൈറ്റ് ജോലിയാണ് അവിടെ. അപ്പോൾ ഈ 2ാമത്തെ പ്രോഗ്രാമിന് വരാനൊത്തില്ല ബിജുവിന്. ഈ ജോലി മറ്റേ ആദ്യത്തേന് വന്നിരുന്നു. മനോജിന് ഇത്തവണ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അഭിനയസിദ്ധി എങ്ങനെ കിട്ടി പുള്ളിക്ക്? അഭിനയസിദ്ധി ഒരിക്കൽ വീട്ടിൽ ഇങ്ങനെ കോളേജിൽ പോയിക്കൊണ്ടിരുന്ന കാലമായിരുന്നു. അപ്പം ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇപ്പം കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നു. കണ്ണിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ കണ്ണുനീര് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നീ തന്നെ കരയുന്നേ? അല്ല, ഞാനൊന്ന് അഭിനയിച്ച് നോക്കിയതാണ്. സത്യം ഇങ്ങനെയാ. അയ്യോ, നീ അഭിനയിക്കുമായിരുന്നു? അതെ, ഞാൻ ഈ സങ്കടമുള്ള ഒരു സീൻ അഭിനയിക്കുമായിരുന്നു എന്നും പറഞ്ഞു ഇറങ്ങി വന്നപ്പോഴത്തേന് എനിക്ക് തന്നെ അത്ഭുതമായിപ്പോയി. സ്വയം ഡെവലപ്പ് ചെയ്തെടുത്താണ്. അതെ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് തിക്കുറിശ്ശി സുകുമാരൻ നേരെ കാണാനിടയിൽ അവിടെ തിരുനക്കര അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ ഉദ്ഘാടനത്തിന് വന്നു. അപ്പോൾ ഇങ്ങനെ ഇവൻ്റെ കാര്യം പറഞ്ഞു. ഇവനെ ഇങ്ങനെ ഒന്നു നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ തിരുവല്ലത്ത് ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ, അതിൻ്റെ അകത്ത് ചേർത്ത് പഠിപ്പിക്കാം. അപ്പോൾ കണിശമായിട്ട് നമുക്ക് അവനെ അവിടെ ചേർക്കാം, ഇവനെ ഒരു നല്ല പ്രേമസീറാക്കാമെന്ന് പറഞ്ഞു പുള്ളി. അങ്ങനെ പുള്ളി അദ്ദേഹം അവിടുത്തെ പ്രിൻസിപ്പളായിരുന്നല്ലോ തിക്കുറിശ്ശി. അങ്ങനെ അവിടെ കൊണ്ട് ചേർത്തു. അങ്ങനെ ഒരു 2 വർഷം മറ്റും അവിടെ പഠിക്കണം. അത് അതിൻ്റെ ഇടയ്ക്ക് തന്നെ കുമ്പളകൾ എന്നുള്ള ഒരു സീരിയൽ കിട്ടി. ആ സീരിയൽ നന്നായിട്ട് അഭിനയിച്ചു. ഒരു മെൻ്റൽ ഇതായിട്ടുള്ളൊരു പയ്യൻ്റെ ആക്റ്റായിരുന്നു. നന്നായിട്ട് അഭിനയിച്ചു. അതിൽ നിന്ന് ഒരുപാട് സീരിയൽ വർക്ക് വന്നു. പിന്നെ
മാമലകൾക്കപ്പുറത്തുനിന്നൊരു പടം വന്നു. അതിനകത്ത് ഞാൻ സീരിയസ് മാഷ് നല്ലോണം എൻകറേജ് ചെയ്തിരുന്നു. ഞാൻ വളരെ അവനെ എൻകറേജ് ചെയ്യാൻ. അപ്പോൾ പാട്ടിന്റെ വഴിയിലൂടെ വളരെ സീരിയസ് ആയിട്ട് വരണമെന്നുണ്ടായിരുന്നില്ലേ പുള്ളി? പാട്ടിൻ്റെ വഴിയിലൂടെ വരണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളിവിടെ ഇല്ലായിരുന്നല്ലോ. ഞങ്ങൾ ഈ ഉപരിപഠനത്തിനും ജോലിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒക്കെ യാത്രകളായിരുന്നു. യാത്രകളും ഇതൊക്കെയാണ്. അതുകൊണ്ട് ഇവരെ ശരിയായിട്ടൊന്ന് പഠിപ്പിക്കാൻ പലപ്പോഴും ഞാൻ അന്വേഷിക്കുമ്പോഴൊക്കെ മാഷ് അമേരിക്കയിലാന്ന് പറയും. എന്താണ് അമേരിക്കയിലേക്കുള്ള? അമേരിക്കയിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവർ തന്നെ ഇപ്പോൾ ഇവിടുത്തെ ഇപ്പം ചെല്ലാൻ പറഞ്ഞിരിക്കുക. ഈ ഏപ്രിൽ ജൂലൈയിലൊക്കെ വേണേൽ പോകാം. അവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടിയോ എന്നൊരു സംശയം ഉണ്ട്. സിറ്റിസണില്ല, അത് 10 വർഷത്തേക്ക് അടിച്ചു തന്നിരിക്കുക. വെറുതെ പോകാൻ ചിമ്പം നമ്മളിവിടെ കറങ്ങി നടക്കുമ്പോൾ അവിടെ ചെന്ന് ചാവട്ടം ഉണ്ടാക്കാനൊക്കെ. ശരി. പിന്നെ കുറേ പുതിയ സ്ഥലങ്ങൾ കാണാം. അമേരിക്കയിൽ ഒരുപാട് സ്ഥലമല്ലേ, പോയി കാണാനൊക്കെ ഉള്ളൊരു ഭാഗ്യം. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴത്തേന് ഒഹായോ, ക്ലീവ്ലൻഡ്, പിന്നെ ഇതില്ലേ കൊളംബസ്, അവിടെയാണല്ലോ പുള്ളിയെ കണ്ടുപിടിച്ച് അവിടെയൊക്കെ പോയിരുന്നു. അങ്ങനെ ആദ്യം കാലിഫോർണിയയിലാണ് പോയത്. അവിടെ സമ്മേളനം ഉണ്ടായിരുന്നു, ഹിന്ദു സമ്മേളനം, അതിന് പോയതാണ്. അങ്ങനെ പോയപ്പോഴത്തേനും പിന്നെ എല്ലായിടത്തും കച്ചേരിയൊക്കെ ആയി. മനോജൻ്റെ ജ്ഞാനത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം വാസ്തവത്തിൽ അവന് ഒരു പ്ലേ ബാക്ക് സിംഗറായിട്ട് കൂടെ വേണമെങ്കിൽ മാറാം. അതുപോലെ നല്ലൊരു തൊണ്ടയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വർക്ക് ചെയ്യണം, കുറേ കൂടെ വർക്ക് ചെയ്യണം, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോൾ സഞ്ചാരങ്ങൾ, നമ്മുടെ ശാരീരിക സഞ്ചാരം എന്നൊരു സാധനമുണ്ടല്ലോ, അത് ഉണ്ടാക്കിയെടുക്കണം. അതിന് നമ്മൾ സാധകം ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം. എന്തായാലും വളരെ അഭിനയസിദ്ധിയുള്ളൊരു നടനാണ്.